1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യാശ്രേണികൾ നോക്കൂ. ഈ ശ്രേണിക്ക് അവസാനമില്ലല്ലോ. n ഏതൊരെണ്ണൽ സംഖ്യയെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ എണ്ണൽ സംഖ്യയെയും 4 കൊണ്ട് ഗുണിച്ച് ഒരു ശ്രേണി എഴുതി നോക്കൂ. 1 ഗുണം 4 സമം 4, 2 ഗുണം 4 സമം 8, 3 ഗുണം 4 സമം 12, 4 ഗുണം 4 സമം 16. തുടർന്ന് n ഗുണം 4 സമം 4n. ഇവിടെ 4n എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 4, 8, 12, 16 എന്ന ശ്രേണിയിലെ ഓരോ പദത്തിനെയുമാണ് 4n സൂചിപ്പിക്കുന്നത്. n സമം 1 ആകുമ്പോൾ 4n സമം 4 ഗുണം 1 സമം 4. n സമം 2 ആകുമ്പോൾ 4n സമം 4 ഗുണം 2 സമം 8. n 3 ആകുമ്പോൾ 4n സമം 4 ഗുണം 3 സമം 12. മറ്റൊരു രീതിയിൽ 4, 8, 12, 16 എന്ന സമാന്തര ശ്രേണിയെ രൂപീകരിക്കുന്ന ബീജഗണിതവാചകമാണ് 4n. ഈ ശ്രേണിയിലെ പദങ്ങളുടെ കൂടെ 2 കൂട്ടിയാലോ? 4 അധികം 2 സമം 6, 8 അധികം 2 സമം 10, 12 അധികം 2 സമം 14, 16 അധികം 2 സമം 18. തുടർന്ന് 4n അധികം 2 സമം 4n അധികം 2. ഇവിടെ 4n അധികം 2 എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നേരത്തെ കണ്ടതുപോലെ 6, 10, 14, 18 എന്ന സമാന്തര ശ്രേണിയെ രൂപീകരിക്കുന്ന ബീജഗണിതവാചകമാണ് 4n അധികം 2. n സമം 1 ആകുമ്പോൾ 4n അധികം 2 സമം 4 ഗുണം 1 അധികം 2 സമം 6. n സമം 2 ആകുമ്പോൾ 4n അധികം 2 സമം 4 ഗുണം 2 അധികം 2 സമം 10. n സമം 3 ആകുമ്പോൾ 4n അധികം 2 സമം 4 ഗുണം 3 അധികം 2 സമം 14. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 6, 10, 14, 18 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിതവാചകമാണ് 4n അധികം 2. അല്ലെങ്കിൽ 6, 10, 14, 18 എന്ന സമാന്തര ശ്രേണിയുടെ n-ാം പദമാണ് 4n അധികം 2. അതായത് 6, 10, 14, 18 എന്നിങ്ങനെ xn സമം 4n അധികം 2. ഇത് മറ്റൊരു രീതിയിൽ എഴുതി നോക്കാം. d പൊതുവ്യത്യാസമായുള്ള ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം എങ്ങനെ കാണാം? ആദ്യ പദമായ x1ന്റെ കൂടെ 14 തവണ പൊതുവ്യത്യാസം കൂട്ടണം. അതായത് x15 സമം x1 അധികം 14d. ഇങ്ങനെ തന്നെ വേണമെന്നില്ല. രണ്ടാം പദമായ x2ന്റെ കൂടെ 13 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അതായത് x15 സമം x2 അധികം 13d. ഇതുപോലെ x15നെ വേറെയും രീതികളിൽ എഴുതാമല്ലോ. x15 സമം x3 അധികം 12d. x15 സമം x8 അധികം 7d. x15 സമം x10 അധികം 5d. അതുപോലെ സമാന്തര ശ്രേണിയുടെ 20-ാം പദം എങ്ങനെയൊക്കെ എഴുതാം? x20 സമം x1 അധികം 19d സമം x2 അധികം 18d സമം x3 അധികം 17d. തുടർന്ന് x8 അധികം 12d, അങ്ങനെ x12 അധികം 8d. ശ്രേണിയുടെ 15-ാം പദവും 20-ാം പദവും എഴുതിയതുപോലെ ശ്രേണിയുടെ n-ാം പദം എങ്ങനെ എഴുതും? xn സമം x1 അധികം n ന്യൂനം 1d സമം x2 അധികം n ന്യൂനം 2d
സമം x3 അധികം n ന്യൂനം 3d. അങ്ങനെ സമം x10 അധികം n ന്യൂനം 10d. തുടർന്ന് xm അധികം n ന്യൂനം md. എങ്കിൽ 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം എന്താണ്? ഇവിടെ x1 സമം 6, d സമം 4, xn സമം x1 അധികം n ന്യൂനം 1d സമം 6 അധികം n ന്യൂനം 1 ഗുണം 4 സമം 6 അധികം 4n ന്യൂനം 4 സമം 4n അധികം 6 ന്യൂനം 4 സമം 4n അധികം 2. ആദ്യ പദം എഫും പൊതുവ്യത്യാസം ഡിയുമായ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? xn സമം x1 അധികം n ന്യൂനം 1d സമം f അധികം n ന്യൂനം 1d സമം f അധികം dn ന്യൂനം d സമം dn അധികം f ന്യൂനം d. ഉദാഹരണമായി 6, 10, 14 xn സമം dn അധികം f ന്യൂനം d സമം 4n അധികം 2. 10, 16, 22 xn സമം dn അധികം f ന്യൂനം d സമം 6n അധികം